വാട്ട് എവർ യു സേ സ്റ്റിൽ ഐ ലവ് യു 1980കളുടെ ആദ്യം പുറത്തിറങ്ങിയ ഭരതൻ ചിത്രം. ചാമരത്തിൽ പ്രതാപ് പോത്തൻ്റെ വിനോദ് എന്ന കഥാപാത്രം തൻ്റെ അധ്യാപികയായ സറീന വഹാബിൻ്റെ കഥാപാത്രമായ ഇന്ദുവിനോട് പ്രണയം പകരുന്ന രംഗമാണിത്. മലയാളത്തിലെ ശ്രദ്ധേയമായ ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായിരുന്നു ചാമരം. ഇങ്ങനെ അതിരുകളിൽ ഇല്ലാത്ത സ്ത്രീ പുരുഷ പ്രണയഭാവങ്ങൾ കണ്ടത് ഭരതൻ സിനിമകളിലാണ്. ഏതൊരു കാലത്തും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് തോന്നിയിരുന്ന കൗതുകത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പറയാൻ മടിക്കുന്ന വികാരത്തെ തുറന്നു പറഞ്ഞ രംഗം. ആരെയും കൂസാതെയുള്ള ഈ തുറന്നു പറച്ചിലുകളിലൂടെ ആണ് ഇന്ന് ഭരതൻ ടച്ച് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 1975 ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ ആദ്യ ചിത്രമായ പ്രയാണം വരുന്നത്. ഭരതൻ ചിത്രങ്ങളിലെല്ലാം പലയാവർത്തി കണ്ട രതിരംഗങ്ങൾ ആദ്യ ചിത്രമായ പ്രയാണത്തിൻ്റെ തുടർച്ചയാണ്. പിന്നീട് ഇങ്ങോട്ട് ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടുമിക്ക സിനിമകളും പ്രേക്ഷകപ്രീതി നേടി. പ്രണയവും രതിയും തമ്മിലുള്ള വൈകാരിക ബന്ധം അന്നു മുതലേ ഭരതൻ ക്യാൻവാസുകളിൽ പ്രകടമായിരുന്നു. എല്ലാ കാലത്തും ഈ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. സ്ത്രീ സൗന്ദര്യത്തോടും വ്യക്തിത്വത്തോടും സംവിധായകൻ ഭരതനുള്ള കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പലതും. സ്ത്രീയെ മനോഹര ശില്പമായും ഛായാചിത്രമായുമൊക്കെ വരച്ചെടുക്കാൻ ശ്രമിച്ച സംവിധായകനായിരുന്നു ഭരതൻ. അന്നും ഇന്നും മലയാള സിനിമയിൽ നിഷേധിക്കപ്പെട്ട ലൈംഗികതയെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന സംവിധായകൻ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പതിവിലധികം പ്രാധാന്യം നൽകിയ വളരെ കുറച്ച് സംവിധായകരിൽ ഒരാൾ. വൈശാലി, ചമയം, എൻ്റെ ഉപാസന, ചുരം, കേളി തുടങ്ങി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടൽ, പാതയം, ചിലമ്പ്, തകര, രതിനിർവേദം, അമരം, പറങ്കിമല, അങ്ങനെ നോക്കിയാൽ അവസാനിക്കുന്നതല്ല ഭരതൻ്റെ സ്ത്രീ കഥാപാത്ര നിർമ്മിതികൾ. പലരും പറയാൻ മടിച്ച കഥകളും കഥാസന്ദർഭങ്ങളും ഭരതൻ മനോഹരമായി പറഞ്ഞു വെച്ചു. സ്ത്രീ സൗന്ദര്യവും ഒപ്പം ലൈംഗികതയും മനോഹര ഫ്രെയിമുകളിലൂടെ പകർത്തിയപ്പോൾ മലയാള സിനിമ അതുവരെ കാണാത്ത പുതുവഴികൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് എപ്പോഴും പ്രേക്ഷകരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പഠിപ്പിച്ചത് ഈ ഭരതൻ ചിത്രങ്ങളിലായിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെയും മറക്കപ്പെട്ട രതിവിചാരങ്ങളെയും അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നു. സ്നേഹിക്കപ്പെടുന്നതിൽ പരം ഭാഗ്യമെന്താണെന്ന് പറയാതെ പറഞ്ഞു തന്നു നമ്മളോട്. പാളങ്ങളും മർമരവും എൻ്റെ ഉപാസനയും പ്രണയം പറഞ്ഞപ്പോൾ അമരവും പ്രയാണവും പാതയവും കണ്ണു നനച്ചു നമ്മുടെ. പുരാണകഥ പറഞ്ഞപ്പോഴും സ്ത്രീ സൗന്ദര്യം ഇത്രയും മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ ഭരതന് മാത്രമേ സാധിക്കൂ എന്ന് ഉറപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു വൈശാലി. കലാസംവിധായകനായി തുടങ്ങിയ ഭരതൻ്റെ മികവ് വൈശാലി പോലെ മികച്ച സിനിമകളുടെയും താരതമ്യേന താഴെത്തട്ടിൽ നിൽക്കുന്ന ചുരം പോലുള്ള സിനിമകളുടെയും ക്യാൻവാസുകളിൽ പ്രകടമാണ്. അതുവരെ മലയാള സിനിമ കാണാത്ത പ്രതികാരത്തിൻ്റെ വേറൊരു തലം കാണിച്ചു തന്ന സിനിമയായിരുന്നു താഴ്വാരം. അവിടെയും സ്ത്രീ തന്നെ കഥയ്ക്ക് കാരണക്കാരായി മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. MTയുടെ ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. MT അതുവരെ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ നിന്നൊക്കെ വഴിമാറി സഞ്ചരിച്ച കഥാരീതിയായിരുന്നു അത്. MT പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ട് പോലെ തന്നെ ലോഹിതദാസിൻ്റെയും ജോൺ പോളിൻ്റെയും ഒപ്പം ഭരതൻ ചെയ്ത മിക്ക സിനിമകളും മികച്ചു നിൽക്കുന്നവ തന്നെയാണ്. അമരത്തിൽ മറ്റുള്ളവർക്കൊപ്പം കടൽ കഥാപാത്രമായപ്പോൾ കേളിയിൽ ഭാരതപ്പുഴയും, താഴ്വാരത്തിൽ മലയടിവാരവും, വൈശാലിയിൽ കാടും മഴയും കാട്ടുമൃഗങ്ങളും എല്ലാം കഥാപാത്രങ്ങളായി മാറി. ചുരം അങ്ങനെ തന്നെ ഒരു സിനിമയായി മാറി. ഇതെല്ലാം ഭരതൻ്റെ സ്ത്രീ സങ്കല്പങ്ങൾക്കൊപ്പം മാറ്റുകൂട്ടാനുള്ള ചേരുവകളായി ഇതിനോട് പ്രണയം പകരുന്ന രംഗമാണിത്. മലയാളത്തിലെ ശ്രദ്ധേയമായ ആദ്യത്തെ ക്യാമ്പസ് ചിത്രമായിരുന്നു ചാമരം. ഇങ്ങനെ അതിരുകളിൽ ഇല്ലാത്ത സ്ത്രീ പുരുഷ പ്രണയഭാവങ്ങൾ കണ്ടത് ഭരതൻ സിനിമകളിലാണ്. ഏതൊരു കാലത്തും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് തോന്നിയിരുന്ന കൗതുകത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പറയാൻ മടിക്കുന്ന വികാരത്തെ തുറന്നു പറഞ്ഞ രംഗം. ആരെയും കൂസാതെയുള്ള ഈ തുറന്നു പറച്ചിലുകളിലൂടെ ആണ് ഇന്ന് ഭരതൻ ടച്ച് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 1975 ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ ആദ്യ ചിത്രമായ പ്രയാണം വരുന്നത്. ഭരതൻ ചിത്രങ്ങളിലെല്ലാം പലയാവർത്തി കണ്ട രതിരംഗങ്ങൾ ആദ്യ ചിത്രമായ പ്രയാണത്തിൻ്റെ തുടർച്ചയാണ്. പിന്നീട് ഇങ്ങോട്ട് ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടുമിക്ക സിനിമകളും പ്രേക്ഷകപ്രീതി നേടി. പ്രണയവും രതിയും തമ്മിലുള്ള വൈകാരിക ബന്ധം അന്നു മുതലേ ഭരതൻ ക്യാൻവാസുകളിൽ പ്രകടമായിരുന്നു. എല്ലാ കാലത്തും ഈ ബന്ധം തുടർന്നുകൊണ്ടിരുന്നു.
സ്ത്രീ സൗന്ദര്യത്തോടും വ്യക്തിത്വത്തോടും സംവിധായകൻ ഭരതനുള്ള കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പലതും. സ്ത്രീയെ മനോഹര ശില്പമായും ഛായാചിത്രമായുമൊക്കെ വരച്ചെടുക്കാൻ ശ്രമിച്ച സംവിധായകനായിരുന്നു ഭരതൻ. അന്നും ഇന്നും മലയാള സിനിമയിൽ നിഷേധിക്കപ്പെട്ട ലൈംഗികതയെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന സംവിധായകൻ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പതിവിലധികം പ്രാധാന്യം നൽകിയ വളരെ കുറച്ച് സംവിധായകരിൽ ഒരാൾ. വൈശാലി, ചമയം, എൻ്റെ ഉപാസന, ചുരം, കേളി തുടങ്ങി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടൽ, പാതയം, ചിലമ്പ്, തകര, രതിനിർവേദം, അമരം, പറങ്കിമല, അങ്ങനെ നോക്കിയാൽ അവസാനിക്കുന്നതല്ല ഭരതൻ്റെ സ്ത്രീ കഥാപാത്ര നിർമ്മിതികൾ. പലരും പറയാൻ മടിച്ച കഥകളും കഥാസന്ദർഭങ്ങളും ഭരതൻ മനോഹരമായി പറഞ്ഞു വെച്ചു. സ്ത്രീ സൗന്ദര്യവും ഒപ്പം ലൈംഗികതയും മനോഹര ഫ്രെയിമുകളിലൂടെ പകർത്തിയപ്പോൾ മലയാള സിനിമ അതുവരെ കാണാത്ത പുതുവഴികൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് എപ്പോഴും പ്രേക്ഷകർ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പഠിപ്പിച്ചത് ഈ ഭരതൻ ചിത്രങ്ങളിലായിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെയും മറക്കപ്പെട്ട രതിവിചാരങ്ങളെയും അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നു. സ്നേഹിക്കപ്പെടുന്നതിൽ പരം ഭാഗ്യമെന്താണെന്ന് പറയാതെ പറഞ്ഞു തന്നു നമ്മളോട്. പാളങ്ങളും മർമരവും എൻ്റെ ഉപാസനയും പ്രണയം പറഞ്ഞപ്പോൾ അമരവും പ്രയാണവും പാതയവും കണ്ണു നനച്ചു നമ്മുടെ. പുരാണകഥ പറഞ്ഞപ്പോഴും സ്ത്രീ സൗന്ദര്യം ഇത്രയും മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ ഭരതന് മാത്രമേ സാധിക്കൂ എന്ന് ഉറപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു വൈശാലി. കലാസംവിധായകനായി തുടങ്ങിയ ഭരതൻ്റെ മികവ് വൈശാലി പോലെ മികച്ച സിനിമകളുടെയും താരതമ്യേന താഴെത്തട്ടിൽ നിൽക്കുന്ന ചുരം പോലുള്ള സിനിമകളുടെയും ക്യാൻവാസുകളിൽ പ്രകടമാണ്. അതുവരെ മലയാള സിനിമ കാണാത്ത പ്രതികാരത്തിൻ്റെ വേറൊരു തലം കാണിച്ചു തന്ന സിനിമയായിരുന്നു താഴ്വാരം. അവിടെയും സ്ത്രീ തന്നെ കഥയ്ക്ക് കാരണക്കാരായി മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. MTയുടെ ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. MT അതുവരെ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ നിന്നൊക്കെ വഴിമാറി സഞ്ചരിച്ച കഥാരീതിയായിരുന്നു അത്. MT പത്മരാജൻ, ഭരതൻ കൂട്ടുകെട്ട് പോലെ തന്നെ ലോഹിതദാസിൻ്റെയും ജോൺ പോളിൻ്റെയും ഒപ്പം ഭരതൻ ചെയ്ത മിക്ക സിനിമകളും മികച്ചു നിൽക്കുന്നവ തന്നെയാണ്. അമരത്തിൽ മറ്റുള്ളവർക്കൊപ്പം കടൽ കഥാപാത്രമായപ്പോൾ കേളിയിൽ ഭാരതപ്പുഴയും, താഴ്വാരത്തിൽ മലയടിവാരവും, വൈശാലിയിൽ കാടും മഴയും കാട്ടുമൃഗങ്ങളും എല്ലാം കഥാപാത്രങ്ങളായി മാറി. ചുരം അങ്ങനെ തന്നെ ഒരു സിനിമയായി മാറി. ഇതെല്ലാം ഭരതൻ്റെ സ്ത്രീ സങ്കല്പങ്ങൾക്കൊപ്പം മാറ്റുകൂട്ടാനുള്ള ചേരുവകളായി